ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. തിരുവചനത്തിൻ്റെ ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം 1-ാം വാക്യം 14 വരെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തിത്വത്തെ സ്തോത്രം ദൈവം വെളിപ്പെടുത്തി. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തെ ഒരു നാൾ ആരും കണ്ടിട്ടില്ല, ഏകജാതനായ മകൻ യേശു ക്രിസ്തു വെളിപ്പെടുന്നു. അപ്പോൾ പ്രൈസലാമേ, പുത്രനായ യേശു ക്രിസ്തു ഈ വലിയ ദൈവത്തെ നേരിട്ടങ്ങോട്ട് മനുഷ്യരാരും കണ്ടിട്ടില്ല. സ്തോത്രം. മോശ കണ്ടത് തീപ്പടപ്പ് കത്തുന്നതായി ദൈവത്തെ കണ്ടു. സ്തോത്രം. ദൈവത്തെ കാറ്റിനായി കാണുന്നു. സ്തോത്രം. അങ്ങനെ പ്രവാചകന്മാരായിരിക്കുന്ന വിവിധ രീതിയിലാണ് സർവശക്തനായ ദൈവത്തെ കണ്ടിരിക്കുന്നത്. ദൂതനായ ദൈവത്തെ കണ്ടതുകൊണ്ട്, പക്ഷെ മുഴുവനും അങ്ങോട്ട് ദൈവത്തിൻ്റെ ആ ആളിത്തം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വലിപ്പം അല്ലെങ്കിൽ യഥാർത്ഥ രൂപം ആരും കണ്ടിട്ടില്ല എന്നാണ് യേശു ക്രിസ്തു വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു പുത്രനായി ഭൂമിയിലുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ആണ് ദൈവം. അത് കണ്ടവരുണ്ട്. ശിഷ്യന്മാരൊക്കെ കണ്ട് യേശു ക്രിസ്തുവിനെ. പുരുഷാരങ്ങൾ കണ്ടു യേശു ക്രിസ്തുവിനെ. യേശു ക്രിസ്തുവാണ് ദൈവം. യേശു ക്രിസ്തു പറയുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നാം പിതാവിനെ കാണുന്നത്. സ്തോത്രം. എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തെ കാണുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. പ്രവാചകൻ പറയുന്നത്, ഉയർന്നയും കുതിക്കുന്ന സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്ന കാണുന്നത്. പൂർണ്ണമായ രൂപമല്ല അവിടെ വെളിപ്പെടുത്തുന്നത്, അത് യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നേരിട്ട് കാണുന്നത് പോലെ ആ വ്യക്തി ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ദൈവത്തെ ആരും മനുഷ്യരൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സുവിശേഷത്തിൽ കൂടെ ശിഷ്യന്മാർ പുരുഷാരം ഒക്കെ ദൈവത്തെ കണ്ട് എന്നുള്ളതാണ്. യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇന്ന് നാം കാണുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് ദൈവത്തെ കാണുന്നത്. പരിശുദ്ധാത്മാവ് യുഗമാണ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, കാര്യസ്ഥനെ ഇങ്ങോട്ടയക്കാം. പരിശുദ്ധാത്മാവ് ലോകത്തുണ്ട്. യേശു പറഞ്ഞ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടവരുണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ യേശുവിനെ കാണാത്തവരുണ്ട്. എന്നാൽ നാം കാണുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ പരിശുദ്ധാത്മാവും കൂടെ
പുത്രനും ദൈവവുമായി ചേർന്ന് ഒന്നായി നിൽക്കുന്നതാണ് സർവശക്തനായ ദൈവം. സർവശക്തനായ വലുപ്പം പൂർണ്ണമായി ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വെളിപ്പാടിൽ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ളതായ അനേക യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രീശലാമെ അഗ്നിജ്വാലിക്കൊത്തുള്ള കണ്ണുള്ളവരും മാർത്ത് പൊൻകച്ച അണിഞ്ഞവരും എന്നുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ യോഹന്നാൻ കണ്ട് പറയുന്നതായി കാണാൻ കഴിയും. എന്നാലും അതൊരു പൂർണ്ണമായ ഒരു അനുഭവമല്ല. പൂർണ്ണമായി കാണുന്ന അനുഭവം ഒരിക്കൽ നാം നിത്യതയിൽ പോകുമ്പോഴേ അത് കാണാൻ കഴിയും. ആദനോവൻ പോലും പൂർണ്ണമായ രൂപത്തിൽ ദൈവത്തെ കണ്ടിട്ടില്ല. അവർ പാപം ചെയ്തപ്പോൾ ദൈവം ഏതേൻ തോട്ടത്തിൽ കൂടെ നടന്നു വരുന്ന ഒച്ച അവർ കേട്ടു. ആദാമേ എന്ന് വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. ഇങ്ങനെ ശബ്ദരൂപങ്ങളിൽ കൂടെയാണ് അവർ ദൈവത്തെ കണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞത്. പൂർണ്ണ രൂപത്തിലും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്തി. ഈ മൂന്ന് രൂപവും കൂടെ, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ശക്തിയായി നിൽക്കുന്ന അനുഭവത്തിൽ ആരും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യേശുക്രിസ്തു പറഞ്ഞത്. കാരണം യേശുക്രിസ്തു ഒരിക്കലും കള്ളം പറയില്ല. കാരണം യേശുക്രിസ്തു ആമേൻ ആമേൻ, അതെ അതെ, അങ്ങനെ തന്നെ എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കളങ്കമില്ലായിരുന്നു. അവൻ്റെ നടത്തിയിൽ, അവൻ്റെ സംസാരത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ, യേശുക്രിസ്തുവിൻ്റെ സഹകരണത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിൻ്റെ വളർച്ചയിൽ, യേശുക്രിസ്തുവിൻ്റെ വിദ്യാഭ്യാസത്തിൽ, യേശുക്രിസ്തുവിൻ്റെ അറിവിൽ, യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ, യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം സ്വഭാവത്തിൽ പോലും കളങ്കമില്ലായിരുന്നു. സ്തോത്രം എന്നാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നോട്ടത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ എന്ന് പറയേണ്ട അനേക വിഷയങ്ങളിൽ ഒരു കുറ്റവും കണ്ടില്ല. പിലാത്തോസ് തന്നെ പറയുന്നുണ്ട്, ഇവന് ഒരു കുറ്റവും കാണുന്നില്ല. വെള്ളം കൊണ്ട് കൈ കഴുകി മാറി. സ്തോത്രം. അപ്പോൾ പൂർണ്ണമായ ദൈവത്വത്തിൻ്റെ യേശുക്രിസ്തു അതിൽ കൂടെ വെളിപ്പെടുത്തി. സ്തോത്രം. പൂർണ്ണ ജഡത്തിലായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ദൈവവും കൂടെ ആയിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ട്, യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയുന്നത്, വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ് എന്നുള്ളതാണ് നമുക്കവിടെ പഠിക്കാൻ കഴിയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ദൈവത്തെ പല നിലകളിലാണ് മനസ്സിലാക്കിയത്. അബ്രഹാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഇറങ്ങിയത്. നേരിട്ട് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞില്ല. അബ്രഹാമേ അബ്രഹാമേ, ഞാൻ കാണിപ്പാൻ ദേശത്തിലേക്ക് പോകുക, പാലും തേൻ ഒഴുകുന്ന ദേശത്തിലേക്ക് പോകുക എന്ന് ദൈവത്തിൻ്റെ അള്ളപ്പാടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അള്ളപ്പാട് കേട്ടാണ് ഇറങ്ങിയത്. മോശ ദൈവശബ്ദം കേട്ടു. ശബ്ദമുഴക്കങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു അവർ കേട്ടു എന്നുള്ളതാണ്. സ്തോത്രം. ചെങ്കടല് രണ്ടായി മാറി, അപ്പുറത്തും ഇപ്പുറത്തും ഉണങ്ങിയ റീസലാമെ ആലിയ നിലം അവർക്ക് ഒരുക്കി കൊടുത്തു. അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം മതിലായി നിന്നു എന്നൊക്കെയാണ് ദൈവജനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉണങ്ങിയ നിലം എന്ന പോലെ അവർ നടന്നുപോയി. ആ ശക്തി എങ്ങനെ വന്നു? ദൈവം അതിങ്ങനെ ദൈവത്തിന് കഴിയും. ദൈവം അവിടെ വെളിപ്പെടുത്തി. ചെങ്കടൽ രണ്ടായി വീഴ്ച കൊടുത്തു ദൈവം.
ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. Praise the Lord. സ്വർഗീയ മന്ന കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മന്ന ഭൂമിയിലേക്ക് അവർ ഇട്ടുകൊടുത്തു. Praise the Lord. അങ്ങനെ ആ ദൈവത്തിൻ്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇന്നും പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവിൽ ദൈവദാസന്മാരിൽ കൂടെ സന്ദേശം അറിയിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളത് ആന്തരികമായി മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് ആരാഞ്ഞ് മനസ്സിലാക്കുവാൻ ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 33.5 വയസ്സ് വരെ ഭൂമിയിലുണ്ടായിരുന്നു യേശു ക്രിസ്തു. എന്നാൽ 30-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ദൈവമായതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ കണ്ണുകൾ കാണുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചത്. മാജിക്കല്ല. സ്തോത്രം. കണ്ണുകൾക്ക്, അതായത് മനുഷ്യൻ്റെ അനുഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. മരിച്ചവർക്ക് ജീവൻ കൊടുത്തു. ലാസർ മരിച്ചുപോയി, ജീവൻ കൊടുത്തു വീണ്ടും. അന്ധൻ കാഴ്ച കൊടുത്തു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു വലിയ കരം ദൈവം തൻ്റെ ജനത്തിന് നടുവിൽ പ്രവർത്തിച്ചു. മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പ്രവൃത്തി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവമായതുകൊണ്ടാണ് എന്ന് വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നു. ഇവിടെ പ്രൈസ് ദി ലോർഡ് 5 അപ്പം 2 മീൻ 5000 പേർക്ക് വാഴ്ത്തി നുറുക്കി കൊടുത്തു. അത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഒരിക്കൽ ഒരു വ്യക്തി കല്യാണത്തിന് പോയി. തലേന്നാണ് പോയത്. തലേന്ന് അന്നുള്ള സ്വന്തക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന പതിവുണ്ട്. ഒരു 9-9:30 ആകുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പതിവുണ്ട്. 2-3 പന്തിയിലേക്കാണ്. ആദ്യത്തെ പന്തി കഴിഞ്ഞ് 2-ാമത്തെ പന്തി, 3-ാമത്തെ പന്തിയൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ അവസാനത്തെ പന്തിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ചോറ് വട്ടിയിലാണ് അവർ ഞെട്ടിട്ടിട്ടാ പോകുന്നത്. വലിയ ബാലൻസാ. ചോറ് ഞെട്ടിട്ടിട്ട് ഇലയ്ക്കകത്ത് ഞെട്ടിട്ടിട്ട് പോകും. അപ്പുറത്ത് ഇലയിട്ടിട്ടുണ്ട്. വരിക്ക് 10-20 പേര് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ വട്ടിയിൽ കൊടുത്തു വിടുന്ന ചോറ് ഞെട്ടിട്ടിട്ടാ പോകുന്നത്. എന്നാൽ എല്ലാവർക്കും ഇട്ടിട്ട് വന്നപ്പോൾ അവസാനം വന്ന ഇലയിൽ അങ്ങോട്ട് ഇട്ടപ്പോൾ ചോറില്ല. ഓക്കെ, ബാക്കി എല്ലാവർക്കും ചോറ് ലഭിച്ച് കറി സാമ്പാറൊക്കെ ഒഴിച്ച് അവരെല്ലാം ഇവിടെ കഴിയുകയാണ്. അവസാനം ഇട്ട ആ ഇലയ്ക്കകത്ത് പട്ടിയിൽ ചോറില്ലായിരുന്നു. അവസാനം ആ വ്യക്തി നിരാശയോടെ, അല്ലെങ്കിൽ വിഷമത്തോടെ, അല്ലെങ്കിൽ ആ പന്തിയിൽ വളരെ വേദനകരമായ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു നാണക്കേട് പോലെ എഴുന്നേറ്റ് പോകാനിടയായി. പിന്നീട് അല്ലെങ്കിൽ നെല്ല് ചോറ് ഉണ്ടോ നോക്കട്ടെ, ചോറ് കാണുമായിരിക്കും, പക്ഷെ പിന്നെ കൊടുത്തില്ല. അത് മനഃപൂർവ്വമാണോ അതല്ല അങ്ങനെ സംഭവിച്ചതാണോ എന്ന് ആ വ്യക്തിക്ക് അറിയില്ല. സ്തോത്രം. കർത്താവിൻ്റെ അനുഗ്രഹീനല്ല. കർത്താവ് വരിക്ക് ഇരുത്തിയാൽ വേണ്ടിടത്തോളം ഇട്ട് കൊടുക്കും. സ്തോത്രം. ഹല്ലേലൂയ. വേണ്ടിടത്തോളം ഇട്ട് കൊടുക്കും. കാരണം 5 അപ്പം 2 മീനും 5000 പേർക്ക് വാഴ്ത്തി ഞുറുക്കി കൊടുത്തപ്പോൾ എല്ലാവരും വരിക്ക് ഇരിക്കാനാണ് പറഞ്ഞത്. അവർക്കെല്ലാം ഇഷ്ടം വേണ്ടിടത്തോളം കൊടുത്തെന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കുറവില്ല. സ്തോത്രം. എത്ര പന്തിയിലായിരിക്കുന്നത് അവർക്കൊക്കെ വിളവ് ഇഷ്ടം പോലെ കൊടുത്ത് 5 അപ്പം 2 മീനും.
അവർ തിന്ന് തൃപ്തിയായി. എന്നെയും നിന്നെയും ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പകുതിക്ക് കൊണ്ട് നിർത്തി അനുഗ്രഹിക്കുന്ന ദൈവമല്ല. പൂർണ്ണമായി ഇഷ്ടാനുസരിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അനുഗ്രഹിക്കും. ഈ മടുക്കുന്ന രീതിയിൽ ഭക്ഷണമായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, സ്തോത്രം, വിവിധ തരം ഭക്ഷണങ്ങൾ ലോകത്തുണ്ട്. നിനക്ക് ഇതൊക്കെ ദൈവം തരും. അതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പ്രൈസ്തലാമേ ഹല്ലേലൂയ ഇത് ദൈവം തുറന്നാൽ, ഉറവ തുറന്നാൽ, സ്തോത്രം, ആർക്കും മൂടിയിടാത്തതായ സ്തോത്രം, പാറയിട്ട് മൂടുവാനോ കല്ലിട്ട് മൂടുവാനോ സ്തോത്രം ഹല്ലേലൂയ ഈ ലോകത്തിൽ ഒരു ശക്തിയും കഴിയില്ല. നസ്രായനായ യേശു ക്രിസ്തു ഹല്ലേലൂയ അതിനെ പ്രൈസ്തലാമേ ഹല്ലേലൂയ എടുത്ത് മാറ്റിക്കൊണ്ട് അനുഗ്രഹത്തെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നസ്രായനായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിന് സകലവും കഴിയും. അവിടെ എത്ര പേര് പന്തിയിലിരിക്കുന്നു, അത്ര പേരെയും സന്തോഷിപ്പിച്ച് ഭക്ഷണം വിളമ്പി അവരെ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം കൊടുക്കല്ലേ എന്ന് വിലക്കുമ്പോൾ ദൈവസ്ഥാനത്തിൽ ദൈവം വിലക്കുന്നവനല്ല, വേണ്ടിടത്തോളം കൊടുക്കുന്നവനാണ്. ദൈവം തടയുന്നവനല്ല, നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന് സ്തോത്രം കാക്ക വഴിയിൽ ഭക്ഷണം എത്തിച്ചെങ്കിൽ, പ്രവാചകന്മാർക്ക് ഭക്ഷണം എത്തിച്ചെങ്കിൽ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി അന്നും ഇന്നും നിന്നിട്ടില്ല, ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. കരുണാസമ്പന്നനായ ദൈവം നമുക്ക് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവമാണ്. കരുതുന്ന ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. ലോകത്തിൽ നാം നോക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവം പ്രൈസ് ദി ലോർഡ് ഉറങ്ങാതെ നമ്മെ നടത്തുന്ന ദൈവമാണ്. ദൈവം ഉറങ്ങിയിട്ടുണ്ട്. ഇവിടാന്ന് വെച്ച കർത്താവ് യേശു ക്രിസ്തു പടകിൽ തലകണം വെച്ചുറങ്ങി, അമരത്ത് തലകണം വെച്ചുറങ്ങി. ചിലർ പറയും ദൈവം ഉറങ്ങിയിട്ടില്ലെന്ന്. ദൈവമൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. കാരണം സർവശക്തനായ ദൈവമാണ് മനുഷ്യ രൂപമെടുത്ത് ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യത്വത്തിൽ ഉറങ്ങി. നമ്മൾ സമ്മതിച്ചു പറ്റും. പക്ഷെ മറ്റൊരു തലത്തിൽ ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങുന്ന ഉറങ്ങുന്നില്ല. ഇസ്രായേൽ പരിപാലനം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. യേശുക്രിസ്തുവിനെയും ദൈവത്വത്തെയും കൂടെ നാം യോജിപ്പിച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തു മനുഷ്യത്വത്തിൽ ഉറക്കം വന്നു. പക്ഷേ ദൈവത്വത്തിൽ ദൈവം ഉറങ്ങുന്നില്ലെന്നാണ്. നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ ദൈവം ഉറങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകർ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. സ്തോത്രം എന്നാണ് ഒരു ദിവസം എഴുതിയിരിക്കുന്നത്. കാരണം ദൈവം ഉറങ്ങുന്നില്ല. ദൈവം ഉറങ്ങാതെ പ്രപഞ്ചങ്ങളിലുള്ള സകലത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ദൈവമുണ്ടാണ്. അതുകൊണ്ട് പ്രിയരെ, നാം പ്രാർത്ഥിക്കണം. ഉറങ്ങുമ്പോഴും പ്രാർത്ഥിക്കണം. കാരണം നാം ഉറങ്ങുമ്പോൾ ആരുമില്ല നമ്മുടെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ച് കിടന്നാൽ സാഹചര്യങ്ങളെ നമുക്ക് പ്രതികൂലമായി നിന്നാലും അനുകൂലമായി മാറ്റുന്ന ദൈവത്തിന്റെ ഒരു കരമുണ്ടെങ്കിൽ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ കരമാണ്. ദൈവവിശ്വാസികളെയും ബന്ധുക്കോസുകാരെയും കണ്ട ചിലർക്ക് പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നു.
സാധാരണ വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ടല്ലോ, അത് വേറെ ആരെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ അത് കുറയും. ഇതുപോലെ ദിവസം കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര കുറയില്ല, പട്ടി കുറയുന്നത്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ വൃത്തിയിട്ട സ്വഭാവങ്ങൾ. സ്തോത്രം. ഈ ദൈവം പ്രൈസ്തലോമേ ജീവനുള്ള ദൈവമാ. നീ ആരെയൊക്കെ പൈസ കൊടുത്ത് കൂലി കൊടുത്ത് അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതെ പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിപ്പിക്കുന്ന ആരെങ്കിലും നിർത്തുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ പണി വീഴും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാർ ഭിക്ഷക്കാരെന്ന് തെണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ തലമുറ തെണ്ടിപ്പോവും. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യുമെന്ന. നീ ഒരുത്തനെ പുച്ഛിച്ചാൽ നിന്നെ ദൈവം പുച്ഛിക്കും. നീ ദൈവത്തിനെതിരായി നിന്നാൽ ദൈവം നിനക്കെതിരായി മാറും. നീ ദൈവജനത്തെ നിന്ദിച്ച് ആക്ഷേപിക്കുകയും ചെയ്താൽ നീ ആക്ഷേപം നിന്റെ ജീവിതത്തിലേക്ക് വരും. അതായത് നീ ചെയ്യുന്ന എന്താണ് അത് തിരിച്ചു വരും. അതല്ല, നീ നല്ലത് ചെയ്താൽ നിനക്ക് നല്ലത് വരും. നീ നല്ലത് സംസാരിച്ചാൽ നിനക്ക് നല്ലത് പലരും പറയും. നല്ലത് പ്രവർത്തിച്ചാൽ നിനക്ക് നല്ലത് വരും. അതല്ല, തീയത് നീ വിതയ്ക്കുന്നെങ്കിൽ നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. നീ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്താണെന്നറിയാമോ? നീ ഉറപ്പാടും നിന്റെ നടു ഉറച്ചിരിക്കും. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കരമുള്ളതുകൊണ്ട. പലരെ നടുവില്ലാതെ ഒടുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. നീ ദൈവദാസന്മാർക്ക് വിരോധമായി നിന്ന് പ്രവർത്തിച്ചാൽ നിനക്ക് പണിയാവും. അത് എനിക്ക് പറയാനുള്ള. യഹോവയുടെ കരം ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് നിൽക്കുന്നു. സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേട്ട് വിടുവിക്കുന്ന ഒരു ദൈവമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ഒരു ദൈവമാണ്. ഒരു ചില നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സായിപ്പ് സ്തോത്രം ഇന്ത്യയിലേക്ക് വന്നു. തനിക്ക് ഇന്ത്യയിലുള്ള ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്നു. പലയിടത്തൊക്കെ വിശ്വാസിയായ സഹോദരിമാരുണ്ടായിരുന്നു. 1-2 പേരെ കണ്ട്. പക്ഷെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അവരോട് ചോദിച്ചു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചതാണെങ്കിൽ കല്യാണം കഴിച്ചോളാം സായിപ്പ് പറഞ്ഞു. അപ്പൊ അന്വേഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരൊന്നും അല്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാമെന്നാണ് സായിപ്പ് പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച്. അത് പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പെണ്ണിനെ. അങ്ങനെ സായിപ്പ് കല്യാണം കഴിച്ച് അമേരിക്കയിലേക്ക് പോയി. അത് പെണ്ണിനും ഇഷ്ടപ്പെട്ടു. കാരണം പെണ്ണ് വളരെ സ്തോത്രം സമ്പന്നനാകുകയാണ്, കൊടീശ്വരിയായി മാറുകയാണ്. ഒന്നുമില്ലായിരുന്ന ഈ സഹോദരി. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ വില എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിസ്സാരമല്ല. പരിശുദ്ധാത്മാഭിഷേകമുള്ള ഒരു വ്യക്തി നിസ്സാരനല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ പ്രാപിച്ചോണം അഭിഷേകം. സ്തോത്രം. ദൈവം ശക്തനാണ്, വിടുവിക്കുന്നവനാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. 1, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 2, അന്യഭാഷ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം. 3, അന്യഭാഷകളാൽ ആരാധിക്കണം. അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ആത്മീയ വർധനമുണ്ടാവുമെന്നാണ്. അതായത് അന്യഭാഷകളാൽ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ആത്മീയ വർധനമുണ്ടാവും. ആത്മീയ വർധനമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അന്യഭാഷയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ഈ അന്യഭാഷ നിറഞ്ഞ് ആരാധിക്കാത്ത
പലരും ഉണ്ട്, അത് അഭിഷേകം ഇല്ലാത്തതുകൊണ്ടാണ്. അഭിഷേകം ഇല്ലാത്തവൻ്റെ ജീവിതത്തിൽ എന്നും സംശയവും തെറ്റിദ്ധാരണയും വായു വരുന്നു വിളിച്ചും പറഞ്ഞ് നടക്കും. പക്ഷെ അഭിഷേകമുള്ളവൻ ഒന്നും പറയത്തില്ല. കാരണം അഭിഷേകം ഉള്ളിടത്തോളം ദൈവ അഭിഷേകത്തിൽ നടത്താനിടയായിത്തീരും. അഭിഷേകത്തിൻ്റെ വില എന്താണെന്നുള്ളത് ആത്മീയ ലോകത്തിലുള്ളവർക്ക് മാത്രമേ അതറിയൂ. ദൈവത്തിൻ്റെ അഭിഷേകം, സ്തോത്രം. അഭിഷേകം പല തലങ്ങളിലേക്ക് നടത്തും. ശുശ്രൂഷ തലങ്ങളിലേക്ക് നടത്തും. ദൈവിക അനുഗ്രഹത്തിൻ്റെ മണ്ഡലങ്ങളിലേക്ക് നടത്തുന്നതാണ് അഭിഷേകം. അഭിഷേകമുള്ളവന് പിശാച് തൊടാൻ കഴിയില്ല. കാരണം പിശാച് പേടിച്ചു പോകും. പിശാച് വിറയ്ക്കും അഭിഷേകമുള്ളവനെ കണ്ട. സ്തോത്രം. ദൈവത്തിൻ്റെ അത്യുന്നതമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് പകരും. ആരാധനകളാലും ദൈവവചനങ്ങൾ ശ്രമിക്കുകയും പഠിക്കുകയും നാം ദൈവസ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവാത്മാവിനാൽ നമുക്ക് നിറയാൻ കഴിയും. ദൈവ ആത്മാവ് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷ സമാധാനവും ഉണ്ടാവും. വലിയ സന്തോഷമാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. ദൈവം യേശുവേ കാല നിർണയങ്ങളിൽ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അഭിഷേകം. ജീവിതത്തിൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും അഭിഷേകം വരുമ്പോൾ. അഭിഷേകത്തിൻ്റെ വില നമുക്ക് പറഞ്ഞു തരില്ല. സ്തോത്രം. നമുക്ക് ദൈവ ആലോചനകളിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒന്ന്, അഭിഷേകമുള്ളവന് ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയും. രണ്ട്, അഭിഷേകമുള്ളവന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. മൂന്ന്, അഭിഷേകമുള്ളവന് സ്തോത്രം തിരിച്ചറിയാൻ കഴിയും വ്യക്തികളെ. അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അഭിഷേകത്തിൻ്റെ വില എന്തെന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ ധാരാളം പഠിക്കാനിടയായിത്തീരും. അതുകൊണ്ട് മർക്കോസിൻ്റെ മാളിക മുറിയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ അവിടെ അഭിഷേകം വന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷനായി. തീ, ദൈവത്തിൻ്റെ ആത്മാവിടെ ഇറങ്ങി, അഭിഷേകം ഇറങ്ങി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ശിഷ്യന്മാർ ചെയ്തത്. അപ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആത്മീയ വർധനം ഉണ്ടാകും. അന്യഭാഷകളാൽ നിറഞ്ഞ് നാം ആരാധിക്കുമ്പോൾ ആത്മീയ വർധനം ഉണ്ടാകും. സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ കരം വെളിപ്പെടും. ആലോചനയുടെ കരം വെളിപ്പെടും. ദൈവത്തിൻ്റെ കരം ചലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ജീവിത മേഖലകളിൽ നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനിടയായിത്തീരും. നമ്മെ ദൈവം അഭിഷേകത്താൽ നിർത്താനിടയായിത്തീരും. ഹല്ലേലൂയ. ജീവിതം ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായിത്തീരും അഭിഷേകം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതത്തിൽ ദൈവം ചെയ്തതായ പ്രവൃത്തികൾ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാഞ്ഞറിയുന്നവരുണ്ടോ? ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുണ്ടോ? എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. യഹോവയായ ദൈവം തൻ്റെ കരമായി ചുവടിക്കുന്ന ദൈവമാണ്. കർത്താവ് സ്തോത്രം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. കർത്താവ് വെളിപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്പോഴും ചില അക്ഷരാർത്ഥത്തിൽ ചില അടയാളങ്ങളാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുകയാണ്. ഇപ്പോൾ നാം തിരിച്ചറിയുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. പിതാവിനെ സ്തോത്രം.
എന്നാൽ ഒരിക്കൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ദിവസം വരും. അന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, അതായത് സ്വർഗത്തിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജീവിത മേഖലകളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെയാണ്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തെളിവാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കണം, അനുഗ്രഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നത് ഈ വചനം പലരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം യേശു ക്രിസ്തു തന്നെയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വ്യാപരിക്കുന്ന വലിയ ശക്തിയായ ദൈവത്തിൻ്റെ വലുപ്പത്തെ, ആ ദൈവത്തെ അറിയുവാൻ ഞങ്ങളുടെ ജീവിത ഹൃദയങ്ങളിൽ തുറന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറയ്ക്കണമേ, വചനങ്ങൾ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗീയ അൻപുള്ള പിതാവേ, ആമേൻ. ദൈവം പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവം നമ്മോടൊത്താകട്ടെ. ആമേൻ.